ഹലോ, നമസ്കാരം. നമ്മുടെ അക്ബർ ആള് അടിപൊളിയാട്ടോ. സംഗതി ശരിയാണ്. എനിക്ക് പുള്ളിക്കാരൻ രേണു സുധീനെ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള രീതിയിൽ വിളിച്ച ആ സംഗതിയോട് യാതൊരു യോജിപ്പില്ല. അതിനെ ഞാൻ വിമർശിച്ചിട്ടൊക്കെ സംസാരിച്ച ആളാണ്. പക്ഷെ അത് കഴിഞ്ഞു. പിന്നെ എല്ലാ കാലവും പുള്ളിനെ ആ രീതിയിൽ മാത്രം ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. ഒരു ഷോ അല്ലേ, ഒരു കണ്ടസ്റ്റൻ്റ് അല്ലേ. ആ, ആ വിഷയത്തിന് ശേഷം ഉള്ള, അല്ലെങ്കിൽ അതല്ലാതെ ആസ് എ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ പുള്ളിനെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി കളിക്കുന്നുണ്ട്. നല്ല ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്. ഗെയിമറാണ് പുള്ളി. പുള്ളിയുടെ ആ ഒരു ഗെയിമിങ് രീതിയോടെ എത്ര ആളുകൾക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എത്ര ആളുകൾക്ക് ഡൈജസ്റ്റ് ആവുമെന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഹീസ് പ്ലേയിങ് ഹിസ് ഗെയിം. അത് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ ആൾക്കാർ പറയാം, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ പറയാം. പക്ഷേ ഹീസ് എ ഗെയിമർ എന്ന് യാതൊരു സംശയമില്ലാതെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഞാനായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് റിവ്യൂ ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, അയാളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന ആളുകളെക്കുറിച്ചേ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ ഒരാളുടെ പേര് നമ്മൾ എടുത്തു പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ആകപ്പാടെ ഒരു ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കുഴപ്പമാണോ എന്നറിയില്ല. ആസ് എ പ്രേക്ഷകൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അക്ബർ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്നാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഈ ഗ്രൂപ്പ് എന്നുള്ളൊരു സംഗതി മൂപ്പരുടേതായിട്ടുള്ള പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഗെയിമോ ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു മോർ ഇൻട്രസ്റ്റിംഗ് ആവുന്നത് പുള്ളി ഒറ്റയ്ക്കൊക്കെ നിന്ന് കളിക്കുമ്പോൾ. ഇപ്പോൾ അനീഷൊക്കെ കണ്ടില്ലേ, സംഗതി കട്ട ആ, എന്താ പറയുക, നെഗറ്റീവായിട്ടാണ് പുള്ളി കളിക്കുന്നത്. പക്ഷെ അയാൾ ഒറ്റയ്ക്കാണ്. അയാൾക്ക് അതിൻ്റെ അകത്തുനിന്ന് സൗഹൃദമൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ അയാൾ തന്നെ ആക്ച്വലി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അക്ബറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, കാരണം മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞ സാധനം ആ, കളിക്കുന്നതായിട്ടാണ് എനിക്ക് അക്ബറിനെ തോന്നുന്നത്. അപ്പോൾ അയാൾ ഒറ്റയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൊള്ളാമായിരിക്കും, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. മോർ എൻഗേജിങ് ആയിരിക്കും, മോർ എൻ്റർടൈനിങ് ആയിരിക്കും ഷോ. ഇത് അപ്പാനിയായിട്ട് എനിക്ക് പേഴ്സണലി അത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. അവർ തമ്മിൽ ഒരുമിച്ചിട്ട് അല്ലെങ്കിൽ ഈ ആര്യൻ, അപ്പാനി, അക്ബർ ഒരുമിച്ചുള്ള സംഗതി, ആ, എനിക്ക് പൊതുവെ ഗ്രൂപ്പ് കളിയോട് നോ, അത് താല്പര്യമില്ല. ഇപ്പോൾ ഏഴാമത്തെ സീസൺ ആയില്ലേ, ഏഴാമത്തെ സീസൺ ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഈ ഗ്രൂപ്പ് കുറേ കണ്ടതാ. കഴിഞ്ഞ സീസണിൽ വരെ നമ്മൾ കണ്ടതാണ് ഈ ഗ്രൂപ്പ്. കഴിഞ്ഞ സീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പുള്ള സീസണുകളിലൊക്കെ കണ്ടതാണെന്നാണ് ഉദ്ദേശിച്ചത്. കണ്ടതാണ്. അപ്പോൾ അത് അങ്ങനെ ആകുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഗെയിമിൻ്റെ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ മൊത്തത്തിലുള്ള പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അക്ബറിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, ഒറ്റയ്ക്കൊന്ന് കളിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ള താല്പര്യമുണ്ട്. ഇപ്പോൾ ഈ അപ്പാനിയാണെങ്കിലും അയാൾ മോശമായിട്ടുള്ളൊരു ഒരു ഒരു സേഫായിട്ട് നിൽക്കുന്ന ഒരാൾ എന്നായിട്ട് എനിക്കും തോന്നിയിട്ടില്ല. അയാളും അത്യാവശ്യം ഗെയിം കളിക്കാൻ കഴിവൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ അയാളും ഈ പറഞ്ഞൊരു പാർട്ട് ഓഫ് എ ഗ്രൂപ്പ് ആവുന്ന സമയത്ത് എന്താണൊരു മൊത്തത്തിൽ പൊട്ടൻഷ്യൽ വരും ദിവസങ്ങളിൽ കുറയുമോ എന്നുള്ളൊരു സംശയം ആക്ച്വലി ഉണ്ട്. അപ്പോൾ അതൊന്ന് വിട്ട് വരണം. ആര്യനാണെങ്കിലും ഒക്കെ ഒന്ന് വിട്ട് വന്നാലായിരിക്കും കുറച്ചും കൂടിയും രസമാകും. ഇപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അക്ബർ, അപ്പാനി, ശരത്ത്, ആര്യൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇവർ ഭയങ്കരമായിട്ടൊക്കെ ഇരുന്ന് പ്ലാൻ ചെയ്തിട്ട് പരിപാടിയൊക്കെ ഒപ്പിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവണേ, ഈ മൂന്ന് പേർക്കും ഒരേ തുല്യമായിട്ടുള്ള വോട്ടോ തുല്യമായിട്ടുള്ള സ്നേഹമൊന്നും ആളുകളുടെ ഒന്ന് പിടിച്ചു പറ്റാൻ വേണ്ടി പറ്റില്ല. ഇതിലൊരാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ട് ആക്ച്വലി ഉണ്ടാവുക. അതിപ്പോൾ ഈ പറയുകയാണെങ്കിൽ അക്ബറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അക്ബറിനായിരിക്കും കൂടുതൽ സപ്പോർട്ട് കിട്ടുക. അതിൽ കൂട്ടത്തിൽ ഒന്നല്ലെങ്കിൽ അപ്പാനി ഭാവിയിൽ പുറത്താവാം, അല്ലെങ്കിൽ ആര്യൻ ഭാവിയിൽ പുറത്താവാനുള്ള സാധ്യതകൾ വരും. അപ്പോൾ ഇതാണ് ഈ ഗ്രൂപ്പ് കളിക്കുമ്പോഴൊരു കുഴപ്പം. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് വരികയാണെങ്കിലാണ് നൈസായിട്ട് വരിക. എനിക്ക് ആ സംഗതി ഇഷ്ടപ്പെട്ടു. ഈ സിമ്പതി, അല്ലെങ്കിൽ മനസ്സാക്ഷി എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അത് മൂപ്പര് നോക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അത് നല്ലൊരു കാര്യം. പ്രത്യേകിച്ച് ഈ ഒരു ഷോൻ്റെ അകത്ത് ഞാൻ ഈ 9:30 മണിക്ക് ലൈവ് എന്നുള്ള രീതിയിലാണ് എപ്പിസോഡ് അവർ കാണിക്കുക. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അടിയിൽ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കും, അക്ബർ ബാഡ് ക്യാരക്ടർ, അല്ലെങ്കിൽ അക്ബർ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരും. അത് മറ്റേ രേണുവിനെ പറഞ്ഞതിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എതിർക്കാം. പക്ഷേ അത് കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അയാൾ പുറത്താവണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പറയുന്നത് എന്ത് തൊലിഞ്ഞ ഏർപ്പാടാണ്, എന്തൊരു ഒരു മങ്ങിയ ഓഡിയൻസിൻ്റെ ഒരു ലെവലാണെന്നേ പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് ആക്ച്വലി പറയാനുള്ളത്. എപ്പിസോഡിൻ്റെ അത് ഭീകരമായ വലിയ കണ്ടന്റ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എടുത്തു പറയാനായിട്ട് വലിയ കണ്ടന്റ് ഹാപ്പനിങ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് ഈ കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ ഒരു അപ്രോച്ച് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് അനലൈസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ആക്ച്വലി എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കും ഈ വിഷ്ണു അഖിൽമാരാരും ഒക്കെ ഒരുമിച്ച് നിന്ന് കളിക്കുന്ന സമയത്ത് അവിടെ വിഷ്ണുവിനെ ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അഖിൽമാരാരോടായിരുന്നു കൂടുതൽ ഇഷ്ടം.
അപ്പോൾ അഖിൽമാരാർക്കായിരുന്നുള്ള വോട്ട് മൊത്തം കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ വിഷ്ണു ഇടയിൽ വെച്ചിട്ട് പുറത്തായപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി. അപ്പോൾ അത് ഇവിടെയും ഇവർ ഈ ഒരുമിച്ചിട്ട് ഈ അപ്പാനിയും ഇവരൊക്കെ കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ലെവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതേപോലെയൊക്കെ തന്നെ ആയിരിക്കും ഹാപ്പൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് വിടണം. അക്ബർ ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കി ഓർത്തോളാം, അക്ബറിന് ഗ്രൂപ്പിൻ്റെ ആവശ്യമില്ല. അക്ബർ ഗ്രൂപ്പിൽ നിന്ന് വിട്ടാലും അയാൾക്ക് എങ്ങനെ കളിക്കണം അല്ലെങ്കിൽ എങ്ങനെ നിൽക്കണം, ആളുകളുടെ അടുത്ത് എങ്ങനെ ഇടപെടണം ആൾക്ക് അറിയാമെന്നാണ് ഞാൻ അയാളെ മനസ്സിലാക്കിയതിൽ നിന്ന് പറയുന്ന കാര്യമാണത്. അയാൾക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അപ്പാനിയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് അറിയില്ല, അയാൾ നൈസാണ്. പക്ഷേ ഈ ഗ്രൂപ്പിൽ നിന്ന് വിട്ടാൽ അയാൾ ഭയങ്കരമായിട്ട് അയാൾ ഏത് രീതിയിൽ കളിക്കും എന്നുള്ളത് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. കളിക്കും, പക്ഷേ ഏത് രീതിയിൽ കളിക്കും എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഈ അക്ബറിൻ്റെ കേസിൽ എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. അയാൾ ബാക്കിൽ നിന്നാണെങ്കിലും ചിലപ്പോൾ അടുത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പണിയും എന്നുള്ളൊരു സംഗതി, അയാൾ കളിയും എന്നുള്ളൊരു സംഭവം ഉറപ്പ് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഗിസേലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റൻ്റ് കേട്ടോ. ഈവൻ ഞാൻ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഗിസേലിനാണ്. കാരണം ഗിസേൽ ഭയങ്കര ജെന്യുവിനാണ്. അത് അങ്ങനെ ആവരുത് എന്നാണ് ആസ് എ പ്രേക്ഷകൻ ഞാൻ പറയുന്നത്. നല്ല പേഴ്സണാലിറ്റി ഉണ്ട് അവർക്ക്, ഒരു ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി അവർക്കുണ്ട്. അവർ ഭയങ്കരമായിട്ട് സിമ്പതിയും ലോയാലിറ്റിയും പരിപാടികളൊക്കെ വെച്ചിട്ടൊക്കെയാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഷോയിൻ്റെ അകത്ത് അങ്ങനെയൊക്കെ വെച്ച് നിന്ന് കളിക്കുക എന്ന് പറയുന്നത് അവനവന് തന്നെ ഭാരയാവുന്നൊരു കാര്യമാണ്. കൂടുതൽ വിഷമിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഒരു രസമാണ്. പക്ഷെ അവർ ഈ ഒരു സംഗതി വല്ല വീക്കെൻഡിലൊക്കെ വന്നിട്ട് പറയണം മാർക്കും വേണ്ടി നിൽക്കരുത് എന്നുള്ളൊരു സംഗതിയൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ പെടയായിട്ട് വരും. പക്ഷെ ഓരോരുത്തർക്കും ഓരോ നേച്ചറാണെന്നേ. ആളുകൾ ഇത് ഗെയിമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിചാരിക്കില്ല. അവനവൻ്റെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ കാണിക്കുകയുള്ളൂ. ഇപ്പോൾ ഗിസേലിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു കക്ഷി. പിന്നെന്താണ്, പിന്നെ ആരാ, അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ രേണുവിൻ്റെ കേസിൽ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ വിളിച്ചത് മോശമാണ്. അതിനെ ഞാൻ ഇപ്പോഴും മോശമായിപ്പോയി എന്ന് തന്നെ പറയും. പക്ഷെ ഇവർ മറ്റേ വിധവ കാർഡൊക്കെ ഇറക്കി കളിക്കുന്നുണ്ട്. ഇയാൾ മാപ്പ് പറയാൻ വേണ്ടി പോയി അക്ബർ. അതൊരു നൈസ് പരിപാടിയാണ്. ഞാൻ അതിനെ 100% ഞാൻ സപ്പോർട്ട് ചെയ്യും. കാരണം അയാൾ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് വളരെ മോശമായി പോയി, ഒരു വൃത്തികെട്ട ഏർപ്പാടായിപ്പോയി. ഞാൻ ഇന്നലെ ഊക്കി വിട്ടിട്ടുണ്ടായിരുന്നു അത്. പക്ഷെ അതിനുശേഷം അയാൾ സോറി എന്നുള്ളൊരു സംഭവം പറയാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അത് ആ സോറി എടുക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. അതൊക്കെ ഓക്കെ കേട്ടോ, അതൊന്നും ഞാൻ തെറ്റു പറയുന്നില്ല. അവർക്ക് സോറി കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ളതൊക്കെ അവരുടെ ഡിസിഷൻ. ആ സോറി എടുക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ രേണുവിൻ്റെ ഇഷ്ടമാണ്. എന്താണ് അത് അവർ ആ സോറി സ്വീകരിച്ചേ പറ്റൂ എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തൊന്നുമില്ല. അത് അവരുടെ ഇഷ്ടം. പക്ഷേ അയാൾ സോറി പറഞ്ഞു. ഇവർക്ക് സോറി എതിർക്കണമെങ്കിൽ എതിർക്കാം. അതിനെ 100% ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ ഞാനൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ വിധവയാണ് മറ്റേ സംഗതികളൊക്കെ അടിച്ചു വിടുന്നുണ്ട്. മറ്റേ വിധവ എന്നുള്ളൊരു സംഗതിയൊക്കെ വെച്ചിട്ടൊരു കളി കളിക്കുന്നുണ്ട് രേണു. അത് വളരെ മോശമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് എന്താ അങ്ങനത്തെ സംതിങ് ലൈക്ക് സോറി പറയാൻ വേണ്ടി പോയപ്പോൾ അവർ അടിച്ച ഡയലോഗാണ് ഞാൻ ഈ പറയുന്നത്. ഇവർ വല്ലാതെ ഈ കാർഡ് ഒരു സ്ത്രീയോട് അങ്ങനെ പറയാൻ പാടും അല്ലെങ്കിൽ വിധവയോട് അങ്ങനെയൊന്നുമില്ല. സ്ത്രീക്ക് 4008 കൊമ്പോ ഒരു ഗണ്ടിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. ഹ്യൂമൺ, അത്രയേ ഉള്ളൂ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഹ്യൂമനാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ രീതിയിലാണ് ആക്ച്വലി കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാതെ പെണ്ണിനോട് അങ്ങനെ പറയാവോ അല്ലെങ്കിൽ വിധവയോട് അങ്ങനെ പറയാവോ എന്നുള്ള സാധനമൊന്നും ആക്ച്വലി ഇല്ല. ഒരു ഹ്യൂമൻ, ഒരു മനുഷ്യനോട് അങ്ങനെ പറയാമോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് എതിർക്കാം. എനിക്ക് നിൻ്റെ മാപ്പ് വേണ്ട, ഒരു കോപ്പും വേണ്ട, ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല, നീ എന്നെ പുഴുങ്ങി തിന്നോ എന്ന് പറഞ്ഞാൽ പോലും യാതൊരു കുഴപ്പമില്ല. പക്ഷേ സ്ത്രീ ആയതുകൊണ്ട് അങ്ങനെ പറയാമോ അല്ലെങ്കിൽ വിധവ എന്നുള്ള സംഗതി പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് അവർ കളിച്ച് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വളരെ ശോകമായിരിക്കും രേണുവിൻ്റെ അവസ്ഥ. രേണു എവിടെ കാണാനില്ല. ആകപ്പാടെ ആ മറ്റേ ഫസ്റ്റ് അഭിലാഷമായിട്ട് മറ്റേ തലവേനയുടെ സംഗതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു സീന് വന്ന സമയത്ത് രേണുവിനെ ഞാൻ കണ്ടു. പിന്നെ രേണു ഒരു പാട്ട് അതിൻ്റെ അകത്ത് പാടിയ സമയത്ത് അത് ഞാൻ കണ്ടു. പിന്നെ മറ്റേ ടാസ്കിൽ ഈ സാധനം ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ കേസ് പറഞ്ഞ സമയത്ത് ഞാൻ രേണുവിനെ കണ്ടു. അതല്ലാതെ രേണുവിനെ ആക്ച്വലി അതിൻ്റെ അകത്ത് കാണാനില്ല. ആ ഷോയിൻ്റെ അകത്ത് തന്നെയാണോ ഈ ബിഗ് ബോസിൽ തന്നെയാണോ അവർ പോയതെന്നുള്ളത് സംശയം തോന്നുന്ന തരത്തിലാണ് ആക്ച്വലി അവരുടെ അതിൻ്റെ അകത്തുള്ളൊരു പോക്ക്. ഇതിപ്പോൾ ഇത് പറയണ സമയത്ത് ആളുകൾക്ക് എന്തെങ്കിലും തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട വിഷയത്തിലാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. അതല്ലാതെ ഇങ്ങനെ വിമർശിക്കേണ്ട കേസിലാണെങ്കിൽ അത് പറയുകയും വേണമല്ലോ.
അവരെ കാണാനില്ല അതിൻ്റെ അകത്ത്. ഐ തിങ്ക് ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ ആക്റ്റീവ് അല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈവൺ അഭിലാഷ് ആണെന്നുണ്ടെങ്കിലും എന്താ പറയുക, ആദ്യത്തെ ഒരു മറ്റേ റിച്ചലൊക്കെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ നെഗറ്റീവായിട്ടാണെങ്കിലും കണ്ടന്റും പരിപാടിയൊക്കെ വരും, ആക്റ്റീവ് ആയിട്ടൊക്കെ വരുന്നൊക്കെ. പക്ഷേ അഭിലാഷും അങ്ങനെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടൊന്നും തോന്നണില്ല. ആ ഒരു സോണിൽ നിന്ന് വിട്ടുപോകുന്ന പോലെയൊക്കെ ഉണ്ട്. ഇപ്പം രേണുവിൻ്റെ കേസ് പറഞ്ഞ പോലെ രേണുവിനെ തീരെ കാണാനില്ല അതിൻ്റെ അകത്ത്. രേണു എന്താ ചെയ്യുന്നത്? രേണുവിന് എന്ത് പറ്റി? ഷി ഓക്കെ. ഇപ്പം ഷാനവാസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഷാനവാസ് തമാശയൊക്കെ പറഞ്ഞിട്ടെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് നൈസായിട്ട്. അത് കൊള്ളാവുന്നൊരു ഏർപ്പാടാണ് ആക്ച്വലി. അതിൽ ഷാനവാസിനെ വിശ്വസിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണോ, അല്ലെങ്കിൽ ലോയൽ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണോ എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോയൽ ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് അങ്ങനെ അല്ല. അതിൽ പുള്ളി എന്താ പറയുക, ഈ കുറേ കുസൃതി പരിപാടികളൊക്കെ ആക്ച്വലി കാണിക്കുന്നുണ്ട്. അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷോയിൻ്റെ അകത്ത് അതൊക്കെ ഓക്കെയാണ്. അറ്റ്ലീസ്റ്റ് അയാൾ അതിൻ്റെ അകത്ത് ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസിനെയും നമ്മൾ കാണുന്നുണ്ട് ഷോയിൻ്റെ അകത്ത്. നമുക്ക് കാണുക, അതാണ് സ്ക്രീനിൽ കാണാൻ സാധിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. സ്ക്രീനിൽ നമുക്ക് കാണുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഒരാളെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചോ, ആ സംസാരിക്കുന്ന ആളുകളാണ് ഈ പ്രേക്ഷകർ ആരെ കുറിച്ചിട്ടൊക്കെയാണോ കൂടുതൽ സംസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് സംസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് അതിൻ്റെ അകത്ത് നിലനിൽക്കേണ്ടത്. അവരൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അല്ലാതെ അതിൻ്റെ അകത്ത് വെറുതെ പാവത്തിനെ പോലെ നിന്നിട്ടോ ഒന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഷാനവാസിൻ്റെ കേസ് പറയുകയാണെങ്കിലും അത്യാവശ്യം ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അനീഷ്, മറ്റേ റെന ഫാത്തിമ പറഞ്ഞൊരു ഡയലോഗുണ്ട്. അയാൾ മിസ്റ്റേക്സ് ഓരോന്ന് ചെയ്യുന്നുണ്ട്, പക്ഷെ അയാളെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അയാളുടെ പുറകെ തന്നെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആളുകൾ സിമ്പതി വോട്ട് ആൾക്ക് കൊടുക്കും, അനീഷിന് കൊടുക്കും എന്നുള്ളൊരു സംഭവം റെന പറയുന്നത് വളരെ ലോജിക്കുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യം തന്നെയാണ് റെന അതിൻ്റെ അകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ റെന പറയുന്ന മറ്റൊരു പോയിന്റും കൂടിയുണ്ട്. എന്താ മറ്റേ ആദിലാണോ നൂറയാണെന്ന് അറിയില്ല, ആരോ എന്താണ് റെനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അയാൾ ആ ഡൈനിങ്ങിൽ ഇരുന്ന് പറഞ്ഞത് കേട്ടില്ലേ എന്നുള്ളൊരു സംഭവം റെനോട് പറയുന്നുണ്ട്. അപ്പോൾ റെന പറയുന്നുണ്ട്, നമ്മൾ ചിലപ്പോൾ തിരിച്ച് അനീഷിനോട് പറയുന്ന കാര്യമായിരിക്കാം വെളിയിൽ പോകുന്നത്, അയാൾ ഇങ്ങോട്ട് പറഞ്ഞൊന്നും ചിലപ്പോൾ പോവില്ലായിരിക്കാം എന്ന് പറയുന്നുണ്ട്. അത് ബുദ്ധി സത്യമാണ്. അതങ്ങനെയാണ്. അത് പുറത്തേക്ക് എന്ത് വിടണം എന്നുള്ളത് ഷോ ആണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അനീഷിൻ്റെ കേസിൽ അനീഷിൻ്റെ കളിയുടെ പാറ്റേൺ റെന മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് പറഞ്ഞ സത്യമാണ്. തിരിച്ചു പറയുന്നത് മാത്രമേ ചിലപ്പോൾ വെളിയിൽ പോവുള്ളൂ. അയാൾ ഇങ്ങോട്ട് പറഞ്ഞത് എന്തിനയാളെ തിരിച്ചു പറഞ്ഞു എന്നുള്ളതായിരിക്കില്ല മാറ്ററായിട്ട് വരിക. അപ്പോൾ അത് റെനയ്ക്കും മനസ്സിലായി, അനീഷിനും കുറേ കളികൾ അറിയാം, അതും അനീഷ് കളിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പോക്ക്. പിന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ ആയിരുന്നു. രഞ്ജിത്തിൻ്റെ കാര്യം കാണുന്ന സമയത്ത് എനിക്ക് സങ്കടമുണ്ട്. കാര്യം അയാൾ ഇപ്പം മനസ്സിൽ ചിന്തിക്കണം, 100% ഉറപ്പാണ് അയാളിപ്പോൾ മനസ്സിൽ ചിന്തിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ദൈവമേ കുടുങ്ങിപ്പോയല്ലോ വന്നും പോയിട്ട്, എന്താ ചെയ്യുക, ഇതെന്തൊക്കെയൊക്കെയോ ആരൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട്, നമുക്ക് ഇതിൻ്റെ അകത്തൊരു തേങ്ങ മനസ്സിലാവണമില്ല, എന്താന്നുള്ള അവസ്ഥയിലായിരിക്കും രഞ്ജിത്ത് ആക്ച്വലി ഇരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളി എന്തോ അതിൻ്റെ അകത്ത് ഫിറ്റാവാത്തതുപോലെ, ആ ഷോയിനും ഫിറ്റാവാത്തതുപോലെ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുക്കാനും ഒരു പ്രയാസമുള്ളതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നു. ബിക്കോസ് ഇത്തവണത്തെ സീസണിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒട്ടുമിക്ക കണ്ടസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ തയ്യാറായിട്ട് വരുന്നുണ്ട്. വളരെ ചുരുക്കം കണ്ടസ്റ്റൻസ് മാത്രമാണ് ഇപ്പോഴും വലിയ ആക്റ്റീവ് അല്ലാത്ത രീതിയിലൊക്കെ ഇരിക്കുന്നത്. ഭൂരിഭാഗം വരുന്ന കണ്ടസ്റ്റൻസും അത്യാവശ്യം ആക്റ്റീവായിട്ടാണ് ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് ഈ രഞ്ജിത്തിൻ്റെ ഒക്കെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. കാര്യം ഒന്നും ചെയ്യാനില്ലാത്തൊരു സ്ഥിതി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. ഇന്ന് പ്രത്യേകിച്ച് വലിയ അടിയോ പിടിയോ ഒന്നും ആക്ച്വലി ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കൊരു അനാലിസിസ് പോലെ, കണ്ടസ്റ്റൻ്റ് അനാലിസിസ് പോലെ ഇത് ചെയ്തു എന്ന് മാത്രം. എല്ലാവരും ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നത് കാണാനാണ് ആഗ്രഹം. പിന്നെ എനിക്ക് ഓഡിയൻസിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സീസണിൽ ഇപ്പോൾ ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത് ചിലരോട് ഒരു മിനിറ്റ് അതിലേക്ക് എത്താം. ഓനിയലിന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓനിയൽ എന്താ പറയുക, ഇന്നലെ ലൈവിൻ്റെ അകത്താണെന്ന് തോന്നണം, മൂപ്പര് മറ്റേ ആര്യൻ്റെ അടുത്തും വലിയ കാര്യത്തിൽ തട്ടിക്കയറാൻ വേണ്ടി പോകുന്നുണ്ട്, റെന ഫാത്തിമയുടെ അടുത്തും വലിയ കാര്യത്തിൽ തട്ടിക്കയറാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ തട്ടിക്കയറാൻ വേണ്ടി പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ
പറയുന്ന കാര്യങ്ങൾ നമുക്ക് വെറുപ്പിക്കാതെ കണ്ടിരിക്കണ്ടേ. മൂപ്പരാണെങ്കിൽ അല്ലാതെ ഒക്കെ നോക്കുന്ന സമയത്ത് അങ്ങേര് അതിൻ്റെ അകത്ത് ഉള്ള പോലെ തന്നെ തോന്നാറില്ല. ടു ബി ഫ്രാങ്ക്, അയാൾ ഗെയിം കളിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അയാൾ ആളുകളായിട്ട് ഇടപഴകുന്നത് എങ്ങനെയാണ് എന്നൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടൊന്നുമില്ല. അങ്ങേര് എന്തൊക്കെയൊക്കെയോ എവിടെയൊക്കെയൊക്കെയോ നടക്കണു എന്നുള്ളൊരു സംഗതി മാത്രമേ തോന്നുന്നുള്ളൂ. അല്ലാണ്ട് അങ്ങേര് ആക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ ലൈവിലിരുന്നിട്ട് റെനയുടെ അടുത്തും അല്ലെങ്കിൽ ആരിൻ്റെ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് തട്ടിക്കയറണ കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ റെന അറ്റ്ലീസ്റ്റ് അതിൻ്റെ അകത്ത് അവർക്ക് തോന്നിയ കാര്യങ്ങൾ പറയാനെങ്കിലും മുമ്പോട്ട് വരുന്നുണ്ട്. ആര്യനാണെങ്കിലും അതിൻ്റെ അകത്ത് ആര്യനെ നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. പക്ഷേ ഈ തട്ടിക്കയറുന്ന ഓനിയലിനെ ഞാൻ എവിടെയും കാണുന്നില്ല. ഓനിയലിനെ സ്ക്രീനിൽ വലിയ കാര്യമായിട്ട് കാണുന്നില്ല. വാട്ട് ഈസ് ഈ ഡൂയിങ്? മൂപ്പര് എന്താ ചെയ്യുന്നത്? മൂപ്പർക്ക് ഈ പറഞ്ഞ എന്താണ് അപ്പാനി ശരത്തിൻ്റെ മുഖത്ത് നോക്കി പറയാൻ തോന്നുന്ന കാര്യങ്ങൾ പറയാൻ പേടിയുണ്ടോ? അല്ലെങ്കിൽ അക്ബറിൻ്റെ മുഖത്ത് നോക്കി പറയാൻ തോന്നുന്ന കാര്യങ്ങൾ പറയാൻ പേടിയുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നത്. മൂപ്പര് അടിക്കുമ്പോൾ 1008 ഡയലോഗൊക്കെ അടിക്കുന്നത് കണ്ടു ഞാൻ ലൈവിലിരുന്നിട്ട് രാത്രി ഇന്നലെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുന്നു, പുള്ളിക്കുന്ന പിന്നെ അവിടെ എവിടെയും പോയിട്ട് മുഖത്ത് നോക്കിയിരുന്ന് പറഞ്ഞാൽ പോരെ എന്ന് എനിക്ക് തോന്നി. ഇപ്പം ഇത്ര കടന്ന് ചാടിക്കളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് വിശ്വസിക്കാം അല്ലേ? കുറേയും കൂടിയൊക്കെ കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ രസമായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇമോഷണൽ കണക്ഷൻ കിട്ടണ്ടേ നമുക്കാണെങ്കിലും. അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് ഇമോഷണൽ കണക്ഷൻ കിട്ടണം. അത് കിട്ടാറായിട്ടില്ല. എന്തായാലും ഞാൻ ആരുടെയും ചുവട് പിടിക്കുന്നില്ല, അല്ലെങ്കിൽ ആരെയും ഒരു രാജാവാക്കാൻ ആസ് എ പ്രേക്ഷകൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് വേണ്ട. എല്ലാവരെയും കളിച്ചാൽ എല്ലാം ഇതായിട്ട് വിമർശിക്കേണ്ടി വന്നാൽ ആരെയും വിമർശിക്കും, സപ്പോർട്ട് ചെയ്യേണ്ടി വന്നാൽ ആരെയും സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു മൂഡിലാണ് ആക്ച്വലി ഞാൻ ഇരിക്കുന്നത്. ശരി.